പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ പുണ്യങ്ങൾ നിറഞ്ഞ ദിനരാത്രങ്ങൾ നമ്മളിലൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ചൊല്ലാൻ പറ്റുന്ന വളരെയേറെ ശ്രേഷ്ഠതയുള്ള അതിശക്തിയുള്ള ഒരു സ്വലാത്ത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റിത്തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? ഇന്നെല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതിവിടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മുത്തുമുഅ്മിനീങ്ങളെ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അറിയുന്നവരൊക്കെ കമന്റിൽ എഴുതിവിടുക. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഞ്ചീൽ എന്ന് പറയുന്ന ഗ്രന്ഥം, കിതാബ് അള്ളാഹു കൊടുത്തത് ഏത് പ്രവാചകനാണ്? ശരിക്കും ശ്രദ്ധിക്കണം. ഇഞ്ചീൽ എന്ന് പറയുന്ന ഗ്രന്ഥം അള്ളാഹു കൊടുത്ത പ്രവാചകന്റെ പേരെന്താണ്? പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ വളരെയേറെ ശ്രേഷ്ഠതകളും പുണ്യങ്ങളും നിറഞ്ഞ ദിനരാത്രങ്ങള് നമ്മളിലൂടെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ലഭിക്കുന്ന, ഒരു ഇബാദത്തിന് ഇരട്ടി പ്രതിഫലം നിൽക്കുന്ന പുണ്യമായ ദിനരാത്രങ്ങൾ. ഇൻഷാ അല്ലാഹ് ഈ ദിവസങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് ചൊല്ലാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്ത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം. ഈ സ്വലാത്തിന് അനേകായിരം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയാണ്. നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് ഈ സ്വലാത്ത് പരിഹാരമാകും. നമുക്കറിയാം, ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സൽക്രമമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. ഒരു ഇബാദത്താണ് സ്വലാത്ത് എന്ന് പറയുന്നത്. ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ 10 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുമെന്ന് ഹബീബായ തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സ്വലാത്തിന്റെ സ്ഥാനം എത്രയാണ്? ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്തിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്വലാത്ത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ കാരണമാകും. വിവാഹ തടസ്സങ്ങള്, ജോലി തടസ്സങ്ങള്, കച്ചവടത്തിലെ തടസ്സങ്ങള്, അതുപോലെ തന്നെ നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ അതിൽ തടസ്സങ്ങൾ വരുന്നു. ഇങ്ങനെയുള്ള തടസ്സങ്ങൾ മാറാൻ ഈ സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കിയാൽ മതി. അതുപോലെ തന്നെ ജീവിത മാർഗത്തിൽ അള്ളാഹു വലിയ ബറക്കത്ത് നൽകും. ഏത് മേഖലയിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകുകയും റിസ്ക് വിശാലമാക്കി തരുകയും ചെയ്യും. മാത്രമല്ല, കടങ്ങൾ വീടാൻ, അല്ലെ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും ഉള്ളതാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മുത്തുനബിയെ സ്വപ്നം കാണാൻ വേണ്ടി മാത്രമുള്ളതല്ല. അതിനുണ്ട്, അതില്ല എന്നല്ല. പക്ഷേ സ്വലാത്ത് എല്ലാറ്റിനും പറ്റും. സ്വലാത്ത് എല്ലാറ്റിനും പരിഹാരമാണ്. പ്രാർത്ഥനയോട് കടപിടിക്കുന്നതാണ് സ്വലാത്ത് എന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഖളാഉൽ ഹാജത്ത്, നമ്മളെ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ ഈ പറയുന്ന സ്വലാത്ത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കണേ മുഅ്മിനീങ്ങളെ. രോഗങ്ങൾ ശിഫയാകാൻ എത്ര രോഗികളാണ്. നമ്മളെ ക്ലാസ് കേൾക്കുന്നവര് രോഗികളുണ്ട്, ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട്. എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ. ക്യാൻസർ ഉള്ള ആളുകളുണ്ട് റബ്ബേ, കിഡ്നി പേഷ്യന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട്. എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കിക്കോളൂ. അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര വലിയ കൊടും ശത്രുവാണെങ്കിലും ഈ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിച്ചാൽ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകും. മാത്രമല്ല, ഏതൊരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്താ? ഹബീബായ തങ്ങളുടെ ശഫാഅത്താണ്. അശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫീഖ വഹ്ലനാ ഇല്ലായ സയ്യിദി ഖൈറൻ നബി. ചൊല്ലു മൗലായ സ്വല്ലി
ലിംദാഹിമൻ ആബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങളുടെ ശഫാഅത്ത്, സൂര്യൻ എന്ന് പറയുന്ന പിണ്ഡം ഒരു ചാണ് തലക്ക് മീതെ നിൽക്കുമ്പോ എത്ര വലിയ പ്രയാസം ഉണ്ടാകും. ആ സമയത്ത് ശഫാഅത്ത് അള്ളാഹുവിന്റെ റസൂൽ നമ്മൾക്ക് നൽകും. ഈ സ്വലാത്ത് മുറുകെ പിടിച്ചോളൂ. അതുപോലെ തന്നെ പ്രാർത്ഥനക്ക് അള്ളാഹു പെട്ടെന്ന് ഇജാബത്ത് നൽകുകയും നമ്മളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും. ജീവിതത്തിലെ വിഷമങ്ങൾ, ടെൻഷനുകൾ മാറാൻ ഈ സ്വലാത്ത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണേ. എന്തിനാണ് ഈ സ്വലാത്തിന്റെ മഹത്വം ഇത്ര തോനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഈ സ്വലാത്തിന്റെ പവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ സ്വലാത്ത് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിക്കോളി. എല്ലാവരും എഴുതിയെടുക്കുക, അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അത്വാഹിരിസ് സകീ സ്വലാത്തൻ തഹുല്ലു ബിഹൽ ഉഖദു വതഫുക്കു ബിഹൽ ഖുറബു. എങ്ങനെ? ഒന്നുകൂടെ എല്ലാവരും ശ്രദ്ധിച്ചോളി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അത്വാഹിരിസ് സകീ സ്വലാത്തൻ തഹുല്ലു ബിഹൽ ഉഖദ് വതഫുക്കു ബിഹൽ ഖുറബ്. ഒന്നുകൂടെ എന്റെ കൂടെ ഒന്ന് ചൊല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അത്വാഹിരിസ് സകീ സ്വലാത്തൻ തഹുല്ലു ബിഹൽ ഉഖദ് വതഫുക്കു ബിഹൽ ഖുറബ്. ഈ സ്വലാത്തിന്റെ അർത്ഥം പഠിക്കണ്ടേ? അർത്ഥം അറിഞ്ഞ് സ്വലാത്ത് ചൊല്ലണം. അർത്ഥം അറിഞ്ഞ് ദിക്ർ ചൊല്ലുമ്പോ പവർ കൂടും. അല്ലാഹുമ്മ, ഞങ്ങളെ രക്ഷിതാവേ, സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി, ഞങ്ങളെ നേതാവായ ഹബീബായ തങ്ങളുടെ മേൽ നീ സ്വലാത്ത് ചൊരിയണേ, നീ അനുഗ്രഹം ചൊരിയണേ റബ്ബേ. എങ്ങനത്തെ നബിയാണ്? അൽ ഉമ്മി, ഉമ്മിയായ നബിയാണ്. ഉമ്മി എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും സ്കൂളിലും കോളേജിലും മദ്രസയിലും ബാലവാടിയിലൊന്നും പോയി പഠിക്കാതെ തന്നെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ. റസൂലുള്ള മദ്രസയിൽ പോയിട്ടില്ല, റസൂലുള്ള സ്കൂളിൽ പോയിട്ടില്ല, റസൂലുള്ള കോളേജിന്റെ വരാന്ത കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തു. എഴുത്തും വായനയും എല്ലാ ഭാഷയും ഹബീബായ തങ്ങൾക്ക് അറിയാമായിരുന്നു. അപ്പൊ അതാണ് അൽ ഉമ്മി, എഴുത്തും വായനയും പഠിക്കാതെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ. അത്വാഹിരി, പരിശുദ്ധനാണ് ഹബീബ്. റസൂലുള്ളാഹിന്റെ അടുത്തൊരു തെറ്റുമില്ല. ജനിച്ചത് മുതൽ റസൂലുള്ള കളവ് പറഞ്ഞിട്ടില്ല, ഒരു ഹറാമായ കാര്യവും റസൂലുള്ള ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ അമുസ്ലിമീങ്ങളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ പരമ്പര മുഴുവനും മുസ്ലിമീങ്ങളാണ്, ഒരു അമുസ്ലിമും ഇല്ല എന്നുള്ളതാണ്. നമ്മളുടെ പരമ്പര നോക്കിയാൽ നമ്മളെ വാപ്പാന്റെ 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 പേരാരാന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിമിന്റെ പേര് പറയാൻ നമ്മൾക്ക് കിട്ടൂല. എന്നാൽ റസൂലുള്ളാഹിന്റെ വല്ലിപ്പ, വല്ലിപ്പാന്റെ വല്ലിപ്പ, വല്ലിപ്പാന്റെ വല്ലിപ്പ, അങ്ങനെ ആദൻ നബിയിലാണ് എത്തുക. ഒരിക്കലും അതിൽ ഒരു അമുസ്ലിം ഇല്ല. ഇസ്ലാം മതമല്ലാത്ത ഒരാളും അതിൽ കടന്നു വരില്ല എന്നുള്ളതാണ്. എല്ലാവരും മുസ്ലിമീങ്ങളാണ്. അതാണ് ത്വാഹിരി, പരിശുദ്ധനായ പ്രവാചകനാണ്. അസ്സകീ, അനുഗ്രഹീതനായ പ്രവാചകനാണ്. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു വലിയ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ ലോകം പടക്കാൻ തന്നെ കാരണം ഏതാരാ? ഹബീബായ തങ്ങളാണ്. ശഫാഅത്ത് എന്ന് പറയുന്ന അധികാരം അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്വർഗത്തിൽ ഉന്നതമായ പദവി, വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതാണ് അസ്സകീ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഈ ഹബീബായ തങ്ങളുടെ മേൽ നീ സ്വലാത്ത് ചൊരിയണേ റബ്ബേ. തഹുല്ലു ബിഹൽ ഉഖദ്, ഈ സ്വലാത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളുടെ കെട്ടുകൾ നീ അഴിച്ചു തരണേ അല്ലാ. ഇതാണ് തഹുല്ലു ബിഹൽ ഉഖദ്. ഈ സ്വലാത്ത് കൊണ്ട് ഞങ്ങളെ പ്രശ്നങ്ങളുടെ, പ്രയാസങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ കെട്ടുകൾ നീ അഴിച്ചു തരണേ റഹ്മാനെ. അതൊക്കെ നീക്കിത്തരണേ അല്ലാ. വതഫുക്കു ബിഹൽ ഖുറബ്, ഞങ്ങളെ വിഷമങ്ങളൊക്കെ ദൂരീകരിക്കണേ റബ്ബേ. ഈ സ്വലാത്ത് കൊണ്ട് എല്ലാ വിഷമങ്ങളും മാറും ഇൻഷാ അല്ലാഹ്. ഇനിയുള്ള ദിവസങ്ങളിൽ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. നല്ല മനസ്സോടെ റസൂലുള്ളാഹിനെ മനസ്സിൽ കണ്ട്, ആ പച്ചക്കുബ്ബ മനസ്സിൽ കണ്ട് റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്തോടു കൂടെ ചൊല്ലണം. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.